Hello guys, Assalamu alaikum. Welcome to my YouTube channel Yummi Yummi. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കീമ മസാലയാണ്. അതിനായി ആദ്യം ഒരു പാൻ വെക്കുക. പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് ഓണിയൻ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചോപ്പ് ചെയ്ത ഓണിയൻ നല്ലതുപോലെ നമ്മുടെ എണ്ണയിൽ സോട്ട് ചെയ്തെടുക്കുക. നല്ലതുപോലെ സോട്ട് ചെയ്യുക. ഇനി കുറച്ച് ജിഞ്ചർ ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂണോളം പേസ്റ്റ് ആക്കിയോ ക്രഷ് ചെയ്തോ ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് സോട്ട് ചെയ്യുക. ഇനി നമുക്ക് കീമ ആഡ് ചെയ്യാം. ഞാൻ വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്തതാണ്. കീമ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. കീമ നിങ്ങൾക്ക് സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇനി കിട്ടാത്തവർ കുറച്ച് മട്ടൻ എടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിൽ നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങും. അപ്പോഴത്തേക്കും നമ്മുടെ മസാലാസ് ആഡ് ചെയ്യാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരിയും നോർമലും കൂടെ ചേർത്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, പിന്നെ കുറച്ച് ഉപ്പ്, നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കീമയിൽ നല്ലതുപോലെ മസാലാസൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോയുടെ പ്യൂരി, ഒരു 2 ടൊമാറ്റോയുടെ പ്യൂരിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ വെള്ളവും കൂടെയൊക്കെ ആയതുകൊണ്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ കിടന്ന് നമ്മുടെ കീമ നല്ലതുപോലെ കുക്കാവും. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഒരു 3 to 4 ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല. ഒന്നൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. നമ്മുടെ കീമയൊക്കെ വെന്തു. വെള്ളമൊക്കെ കണ്ടോ, വെള്ളമൊക്കെ തെളിഞ്ഞ് വന്നു. എണ്ണയും വെള്ളമൊക്കെ അത് കുക്കായിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ആഡ് ചെയ്യാം. ഇനി ഒന്നും കൂടെ അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഓയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല മണമാണ്. വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അവസാനമായിട്ട് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യാം, ഒരു പുളിക്കൊക്കെ വേണ്ടി. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക, മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അപ്പം നമ്മുടെ കീമ മട്ടൻ മസാല ഇസ് റെഡി. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.